മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. പ്രിയൻ തേജസ്സിൽ വെളിപ്പെടും നാളിൽ ഞാനും തേജസ്സിൻ മുൻപിൽ നിൽക്കുവാൻ എൻ്റെ ദേഹവും ദേഹിയാത്മാവും സമ്പൂർണമായി സമർപ്പിക്കുന്നേ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാനിനി സേവിക്കും. എൻ്റെ പ്രാണനായകനേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. എൻ്റെ പ്രാണനായകനേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. ഇന്ന് നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്താവിൻ്റെ പ്രിയദാസൻ ജെയിംസൺ തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ നമുക്ക് ശ്രവിക്കാം. കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മാന്യ ശ്രോതാക്കളെ, മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 325 എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നാം ഓർത്തതുപോലെ യോസഫിൻ്റെ കാരാഗ്രഹവാസവും അതോടൊപ്പം ഫറവോൻ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനവും അനേകർക്ക് ദൈവം എങ്ങനെ പ്രയോജനപ്പെടുത്തി, അഥവാ 41 അധ്യായത്തിൽ യോസഫിൻ്റെ കാരാഗ്രഹവാസത്തിൻ്റെ പിന്നിലെ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒടുവിലായിട്ട് നമ്മൾ ഓർത്തത് യോസഫിൻ്റെ കാരാഗ്രഹവാസം, തന്നെയുമല്ല സ്വപ്നം ഫറവോൻ കണ്ടത്, ഫറവോൻ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം യോസഫിനാൽ ദൈവം നിർവഹിച്ചതിൻ്റെ പിന്നിൽ ദേശത്തിന് ക്ഷാമകാലത്ത് രക്ഷയൊരുക്കി എന്നുള്ള വസ്തുതയിലേക്കാണ്. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് എന്താണ് 5ാമത്തെ നന്മ യോസഫിൻ്റെ കാരാഗ്രഹവാസത്തിൽ 41 അധ്യായത്തിൽ. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ സ്വപ്ന വ്യാഖ്യാനത്തിൽ എന്താണ് അതിൻ്റെ പിന്നിലെ ദൈവത്തിൻ്റെ ഉദ്ദേശം. അതിൻ്റെ 5ാമത്തെ വിഷയമായിട്ട് ഞാനിങ്ങനെ പറയട്ടെ, അത് അനേകരുടെ ദുഃഖവും നിരാശയും ചോദ്യചിഹ്നങ്ങൾക്കുള്ള ഉത്തരവുമായി ഭവിച്ചു എന്നുള്ളതാണ് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. നോക്കുക, ചില കാര്യങ്ങൾ ഞാനവിടെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുക. 40 അധ്യായത്തിലേക്ക് വരുമ്പോൾ വിഷാദിച്ചിരിക്കുന്ന 2 വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന് അപ്പക്കാരുടെ പ്രമാണിയാണ്, 2 പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയാണ്. ഫറവോൻ്റെ ഈ 2 ഉദ്യോഗസ്ഥരും അവർ കണ്ട സ്വപ്നത്താൽ വളരെ വിഷമിച്ച് ദുഃഖിച്ച് വിഷാദിച്ചിരിക്കുമ്പോൾ അവരുടെ മുൻപിലേക്ക് ഉത്തരവുമായി ദൈവം യോസഫിനെ അയച്ചു എന്നുള്ളതാണ് ഒരു വലിയ നന്മയായി നാം കാണേണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, യോസഫ് സ്വപ്ന വ്യാഖ്യാനത്തിൽ യാതൊരു കളവും കാണിച്ചില്ല. അപ്പക്കാരുടെ പ്രമാണി അവൻ തീർച്ചയായിട്ടും നശിച്ചു പോകും എന്നുള്ള സത്യം അവനോട് പറഞ്ഞു. എന്നാൽ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി വീണ്ടും രാജാവിൻ്റെ മുൻപിൽ ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കും എന്നുള്ള വിഷയവും അവൻ വ്യാഖ്യാനിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. തികച്ചും എന്ത് ചെയ്യണമെന്നറിയാതെ കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്ന ഇവർക്ക് ഉത്തരവുമായി എത്തിക്കുവാൻ യോസഫ് കാരാഗ്രഹത്തിനകത്ത് ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. ഫറവോൻ ഒരു സ്വപ്നം കാണേണ്ടത് ആവശ്യമായിരുന്നു. അത് വ്യാഖ്യാനിക്കുവാൻ ദൈവം യോസഫിനെ തന്നെ നിയോഗിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുതന്നെയുമല്ല, ഫറവോനെ സംബന്ധിച്ചിടത്തോളം 41 അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അറിയാതെ വളരെ സങ്കടപ്പെടുന്ന വ്യാകുലപ്പെടുന്ന ഒരു ഭരണാധികാരിയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. 41 അധ്യായത്തിൻ്റെ 8 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: പ്രാതകാലത്ത് ഫറവോൻ വ്യാകുലപ്പെട്ടു, മിസ്രൈമിലെ മന്ത്രവാദികളെയും ജ്ഞാനികളെയുമെല്ലാം ആളയച്ചു വരുത്തി. അവർക്കാർക്കും സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞിട്ട് അവരെല്ലാം മൗനമായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ വ്യാകുലപ്പെട്ട് ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ആളുകൾക്ക് ഉത്തരം മുട്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ യോസഫിനെ അയച്ചുകൊണ്ട് ദൈവം ഫറവോന് അവൻ്റെ ആകുലത്തിന് മറുപടി നൽകുന്ന കാഴ്ച കാണുവാൻ കഴിയുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇത് മറ്റൊരു ദൈവിക നന്മയല്ലേ? ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണത്തലവൻ വ്യാകുലപ്പെടുമ്പോൾ അത് രാജ്യത്തെ ആകമാനം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറുകയാണ്. എന്നാൽ
ആ രാഷ്ട്രത്തോടുള്ള ദൈവത്തിൻ്റെ കരുതലായിട്ട്, കരുണയായിട്ട്, ആ ഭരണാധികാരിയോടുള്ള കരുണയായിട്ട് യോസഫിനാൽ ആ സ്വപ്നം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതിന് ഒരു കാരാഗ്രഹവാസം യോസഫിന് അനിവാര്യമായിരുന്നു. ഫറവോൻ സ്വപ്നം കാണേണ്ടത് അനിവാര്യമായിരുന്നു. ദൈവത്തിൻ്റെ നന്മകളുടെ പ്രവർത്തനം എത്ര അത്ഭുതപ്പെടുത്തുന്നതാണ്. മനുഷ്യൻ്റെ ചിന്തയ്ക്കപ്പുറത്ത് ദൈവം പലതിലൂടെയും പ്രവർത്തിക്കുന്നതും മനുഷ്യൻ തിന്മയെന്ന് ചിന്തിക്കുന്നത് നന്മയ്ക്കാക്കി രൂപാന്തരപ്പെടുത്തുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് തന്നെയുമല്ല, 41-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ നമ്മൾ ഓർത്തതുപോലെ ഈ സ്വപ്നവ്യാഖ്യാനവും ഈ കാരാഗ്രഹവാസവുമെല്ലാം കൊണ്ടുവന്ന വലിയൊരു നന്മ കൂടെയുണ്ട്. അതെന്താ? ദേശത്തിനെങ്ങും ആഹാരം ലഭിച്ചു. ആദ്യം മിസ്രൈം ദേശത്തുള്ള ജനങ്ങൾ ആഹാരത്തിനു വേണ്ടി ഫറവോനോട് നിലവിളിച്ചു. അവർക്കുത്തരമായി ഫറവോൻ യോസഫിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞു. അത് തന്നെയുമല്ല, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് തുടർന്ന് സർവ്വദേശത്തും വന്ന ക്ഷാമത്തിന് ഉത്തരമായി ഇവിടെ ഇതാ യോസഫ് എന്ന മനുഷ്യനെ ഉയർത്തി കാണിക്കുകയാണ്. ഇടയ്ക്ക് ഒരു വാക്യം പറയട്ടെ, ഒരു വാക്കിങ്ങനെ പറയട്ടെ. സകല മനുഷ്യൻ്റെയും ചോദ്യത്തിന് ഉത്തരമായിട്ട് ദൈവം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നവൻ്റെ ആത്മീയ വിശപ്പ് മാറ്റുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. ഞാൻ തളർന്നവനാണ്, എനിക്ക് മുന്നോട്ട് പോകുവാൻ വഴിയില്ല എന്ന് പറഞ്ഞ് ആരെല്ലാം പാപബോധത്തോടെ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചാരെ വരുന്നുവോ ആ വ്യക്തികൾക്ക് യേശുവിനെ രക്ഷിതാവായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അവൻ്റെ ആത്മീയ ദാരിദ്ര്യം മാറ്റുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഭൗതികമായ ചുറ്റുപാടുകളിലും മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അങ്ങയുടെ ജീവിതത്തിൽ ഈ നല്ലവനായ കർത്താവിനെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യമാണ്. ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ഓരോരുത്തരുടെയും സങ്കടങ്ങൾ തീരണം. നമ്മുടെ അടുക്കൽ വരുന്നവർക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കുവാൻ സാധിക്കണം. ഇതിനെല്ലാമാണ് ദൈവം ചില സങ്കടങ്ങളും ദുഃഖങ്ങളും കാരാഗ്രഹവാസങ്ങളും മറ്റാർക്കും പരിഹരിപ്പാൻ കഴിയാത്ത ചില പ്രത്യേകമായ അനുഭവങ്ങളും നമുക്ക് അനുവദിക്കുന്നതെന്നുള്ളത് മറക്കുവാൻ പാടില്ലാത്ത വിഷയമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ ഈ ചിന്തകൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ അങ്ങയ്ക്ക് എല്ലാ നന്മകളും നൽകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.